ടെസ്റ്റ് എക്സസൈസിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ സർക്കിൾ ഡ്രോൺ ഓൺ ദ ഈക്വൽ സൈഡ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആക്കി വരച്ചുകൊണ്ട് നമ്മൾ 2 സർക്കിൾ വരയ്ക്കുവാണ്. പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. അതായത് ഈ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, ആ ട്രയാങ്കിൾ നമുക്ക് പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്, തുല്യമായ ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? 2 സൈഡ് ഈക്വൽ ആയി വരുന്നതിനെയാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ് ഡയമീറ്റർ ആക്കി വരച്ചുകൊണ്ട് നമ്മൾ ഒരു ഫസ്റ്റ് സർക്കിൾ ഇവിടെ വരച്ചു, 1ാമത്തെ സർക്കിൾ വരച്ചു. ഈ സൈഡ് ഡയമീറ്റർ ആക്കി വരച്ചുകൊണ്ട് 2ാമത്തെ സർക്കിൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞേക്കണേ? ഈക്വൽ സൈഡ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആസ് എ ഡയമീറ്റർ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. അതായത് ഈ 2 ഐസോസെലസ് ട്രയാങ്കിളിന്റെയും ഈക്വൽ സൈഡ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന 2 സർക്കിളും എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ? ആ ഐസോസെലസ് ട്രയാങ്കിളിന്റെ 3ാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ബിന്ന് നേരെ നമ്മളൊരു ലൈൻ അങ്ങ് വരച്ചു. ബിന്ന് ഈക്വൽ സൈഡായിട്ട് വരുന്ന വെർട്ടക്സിൽ നിന്ന് നമ്മൾ എന്ത് വരച്ചു? ഒരു ലൈൻ നേരെ വരച്ചു. ആ 3ാമത്തെ സൈഡിലേക്ക് വരച്ചു. അതിന് നമ്മൾ ഡി എന്ന് കൊടുത്തു. നമുക്കറിയാം ഈ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC ആയിരിക്കും. കാരണം എന്താ? ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. കാരണം ഇത് രണ്ടും ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന പോയിന്റ് അല്ലേ ബി? ആ ബിയിൽ നിന്ന് നമ്മൾ 3ാമത്തെ സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ ആ 3ാമത്തെ സൈഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഡി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് AC ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മിഡ് പോയിന്റ് ഓഫ് ACയുടെ മിഡ് പോയിന്റ് ആണ് ഡി. കാരണം കോമൺ നമ്മൾ ഇവിടെ ഈക്വൽ ആയിട്ട് വരുന്ന 2 സൈഡ് ഉണ്ട്. ആ സൈഡിന്റെ ആ വെർട്ടക്സിൽ നിന്നാണ് നമ്മൾ എന്ത് ലൈൻ വരയ്ക്കുന്നത്. ആ ലൈൻ അങ്ങനെയാണെങ്കിൽ ഈ 3ാമത്തെ സൈഡിന് എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. 3ാമത്തെ സൈഡിന്റെ മിഡിലായിട്ടും വരുന്നത്. ഇനി ഇവിടെ നോക്കി. അപ്പൊ ഡി എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് AC എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഏതാണ് ഇവിടെ ഈക്വൽ സൈഡ് വരുന്നത്? AB എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതുമാണ് ഈക്വൽ സൈഡ്. അപ്പൊ ഈ AB ഡയമീറ്റർ ആക്കി നമ്മളൊരു സർക്കിൾ വരച്ചു. BC ഡയമീറ്റർ ആക്കി നമ്മൾ 2ാമത്തെ സർക്കിൾ വരച്ചു. ഇനി അതിന്റെ രണ്ടും ഈക്വൽ ആയ സൈഡിൽ നിന്ന് നമ്മൾ നേരെ ലൈൻ വരച്ച് ഏതാണ്? 3ാമത്തെ സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പൊ ആ ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് ഡി. ആ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ACയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഇനി എന്താ പറഞ്ഞേക്കണത്? ഈ 2 സർക്കിളും ഏതിൽ കൂടി പാസ് ചെയ്യണം? ദ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡ് എന്നല്ലേ പറഞ്ഞേക്കണേ? അപ്പൊ 2 സർക്കിൾസ് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ടു പ്രൂവ് 2 സർക്കിൾ, 2 സർക്കിൾ പാസ് ത്രൂ മിഡ് പോയിന്റ് ഓഫ് ഡി. അപ്പൊ ഈ 2 സർക്കിളും എവിടെ പാസ് ചെയ്യണം? മിഡ് പോയിന്റ് ഓഫ് ഡിയിൽ കൂടി പാസ് ചെയ്യണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ BD എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു AC ആണ്. അതങ്ങ് എഴുതാം. BD പെർപെൻഡിക്കുലർ ടു AC. കാരണം റീസൺ എന്താണ്? ഈ ABC എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ട്രയാങ്കിൾ ABC ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? ABC എന്ന് പറഞ്ഞ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ് വെർട്ടെക്സ് ആയിട്ട് വരയ്ക്കുന്ന ലൈൻ എന്താന്ന് നമുക്കറിയാം? 3ാമത്തെ ലൈനിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അതായത് ഡി എന്ന് പറയുന്നത് ACയെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? AD പെർപെൻഡിക്കുലർ ടു BC ആണ്. ഇനി ഇവിടെ നോക്കുക. ഈ ADB നമ്മളൊരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ADB എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി എഴുതാം അല്ലേ? ആംഗിൾ ADB ഈക്വൽ ടു 90 ഡിഗ്രി വരും. കാരണം നോക്കിക്കേ, ഈ ആംഗിൾ ADB എന്ന് പറഞ്ഞാൽ ഈ സെമി സർക്കിളിലെ ആംഗിൾ അല്ലേ? സെമി സർക്കിളിലെ ആംഗിൾ ഇപ്പൊ നോക്കുക. നമ്മൾ ഇത് വരുന്നത് കണ്ടോ? ഇതൊരു സെമി സർക്കിളാ പോകുന്നത്. ഈ ഒരു സെമി സർക്കിളാണ്. ആ സെമി സർക്കിളിനകത്ത് വരുന്ന ആംഗിൾ ആണ് ഏതെന്ന് പറഞ്ഞ ആംഗിൾ ADB എന്ന് പറഞ്ഞ അത് 90 ഡിഗ്രി ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? ആംഗിൾ ഇൻ സെമി സർക്കിൾ. സെമി സർക്കിളിലെ ആംഗിൾ ആയതുകൊണ്ട്
നമുക്ക് ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, സി ഡി ബി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 90 ഡിഗ്രി വരും. ആംഗിൾ സി ഡി ബി ഈക്വൽ ടു 90 ഡിഗ്രി. അതേ സെയിം റീസൺ തന്നെ ആംഗിളിന് സെമി സർക്കിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് എന്താ കിട്ടിയ? ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി. അത് എന്തുകൊണ്ടാണ്? ആംഗിൾ എ ഡി ബി 90 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എ ഡി ബി 90 എന്ന് പറഞ്ഞാൽ അത് സെമി സർക്കിളിലെയാണ്. അപ്പൊ അത് എന്താണ് അർത്ഥാക്കുന്നത്? ആംഗിൾ എ ഡി ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഇറ്റ് മീൻസ് അത് എന്താ അർത്ഥാക്കുന്നത്? ഇറ്റ് മീൻസ് ഡി ഈസ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ ഏതാണ്? ഇവിടെ നമുക്ക് തന്നെ പറയാം ഈ എ ബി, ഡയമീറ്റർ എ ബി. കാരണം ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ എ ഡി ബി എന്ന് പറഞ്ഞാൽ ഈ ഡി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ എ ബി എന്ന് പറയണ ഡയമീറ്റർ വരുന്ന സർക്കിളാണ് അല്ലെ? ഡി ഇസ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി. ഇനി ആംഗിൾ സി ഡി ബി എന്ന് പറയുന്നത്, ആംഗിൾ സി ഡി ബി ഈക്വൽ ടു 90 ഡിഗ്രി. അതെന്താ മീൻസ് അർത്ഥാക്കുന്നത്? ഇറ്റ് മീൻസ് ഡി ഈസ് ദ പോയിന്റ് in the circle with diameter ഏത് ഡയമീറ്റർ ആണ്? ബി സി വരും. ഡയമീറ്റർ ബി സി വരും. ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി എന്ന് പറയുന്നത് ഡി ഇസ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് എ ബി ആണ്. ആംഗിൾ ബി ഡി സി അല്ലെങ്കിൽ ആംഗിൾ സി ഡി ബി എന്ന് പറയുന്നത് ബി സി ഇസ് ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി സി ആണ്. അപ്പൊ നോക്കിക്കേ, ഇതിനകത്തൊരു ഡി ഉണ്ട്, കോമൺ ആണ്. ഈ രണ്ടിനകത്തും ഡി കോമൺ അല്ലേ? അപ്പൊ ഇതുകൊണ്ട് എന്താ നമ്മൾ മീൻസ് അർത്ഥാക്കുന്നത് എന്താണ്? ഡി ഈസ് ദ കോമൺ പോയിന്റ് ഓഫ് ടു സർക്കിൾ. രണ്ട് സർക്കിളിനും ഡി എന്താണ്? കോമൺ പോയിന്റ് ആണ്. therefore ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. ഡി എന്ന് പറഞ്ഞാൽ ഏതിന്റെ മിഡ് പോയിന്റ് ആണ്? എ സി. അപ്പൊ therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? hence the result. കാരണം എന്താ നമ്മളോട് പറഞ്ഞേക്കണത്? hence the result. ഇവിടെ എന്താ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ? റിസൾട്ട് ആയില്ലേ? ഒരു ഐസോസലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന രണ്ട് സർക്കിളും ആ ഐസോസലസ് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിൽ കൂടെ പാസ് ചെയ്യും, അല്ലെങ്കിൽ തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണ റിസൾട്ട് ആയി.